ഹായ് ഗൈസ്, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ബിഗ് ബോസിനെ കുറിച്ചാണ്. ബിഗ് ബോസ് വാർത്തകളും കാര്യങ്ങളും നിറഞ്ഞു വെക്കുവാണ് സോഷ്യൽ മീഡിയ. കാരണം അത് സിബിൻ പുറത്തിറങ്ങിയപ്പോൾ അതേ തുടർന്നുണ്ടായ ഒരു കോൺട്രവേഴ്സി. അഖിൽമാരാർ പുതിയൊരു, അതായത് ബിഗ് ബോസ് സീസൺ 5 വിന്നർ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയ ഒരു കാര്യം പുറത്തു പറഞ്ഞിരിക്കുന്നു. അതായത് ബിഗ് ബോസിൽ സെലക്ട് ചെയ്യപ്പെടുന്ന ആൾക്കാർക്ക് നേരിടേണ്ടി വരുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചും അവർ ശാരീരികമായി ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ ഒരു സ്ത്രീ മുന്നോട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അത് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ത്രീ മുന്നോട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് പലർക്കും നേരിട്ട് കാണാം. പിന്നെ പിന്നാമ്പുറത്തിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയില്ല. അഖിൽമാരാർ പറഞ്ഞ 2 പേരുണ്ട് ഈ ഏഷ്യാനിൽ. എല്ലാവരും ഏഷ്യാനിലെ സകല പ്രവർത്തകരും അങ്ങനെയല്ല, 2 പേര് മാത്രമാണ് ഇതിൽ പ്രശ്നക്കാരെന്ന് അഖിൽമാരാർ പറയുന്നുണ്ട്. ആരാണെന്നുള്ള പേര് വെളിപ്പെടുത്തിയിട്ടില്ല. കോൺട്രവേഴ്സിയിലും ട്രിഗർ ആവാൻ കാരണം സിബിൻ പുറത്തായതാണ്. കാരണം സിബിൻ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു, നല്ലൊരു പ്ലെയർ ആയിരുന്നു, ഒരു ബിഗ് ബോസിന് വേണ്ട ഒരു രീതിയിൽ കളിക്കുന്നത്. അതായത് ഒരു എന്താണ് കളിക്കേണ്ടത്, എങ്ങനെയാണ് കളിക്കേണ്ടതെന്നൊക്കെ അറിയുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് പ്രതീക്ഷയുള്ള ഒരാളായിരുന്നു. ഇങ്ങനെ കളിക്കാൻ അറിയെങ്കിൽ പോലും അതിൽ കൂടി ഒരു നേരെ ഒരു മിനിമം ഒരു എത്തിക്സ് കീപ്പ് ചെയ്യുന്നുണ്ട് തന്നെ എനിക്ക് തോന്നിയത്. വളരെ തെറ്റ് തോന്നിയ കാര്യം, അല്ലെങ്കിൽ വളരെ വിഷമം തോന്നിയൊരു കാര്യമൊക്കെ അയാൾ പോയി ഏറ്റു പറഞ്ഞ് സോറി പറയുകയോ അല്ലെങ്കിൽ അതിന് തക്കതായ അവർക്ക് സപ്പോർട്ടാവുന്ന രീതിയിലുള്ള, അതായത് ഈ ബുദ്ധിമുട്ടായ ഒരാൾക്ക് സപ്പോർട്ടാവുന്ന രീതിയിൽ പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെ കൂടെ നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് സിബിൻ. അതുകൊണ്ട് ഗെയിമർ എന്നതിന് പുറമെ ഒരു നല്ല മനുഷ്യൻ എന്നുള്ളൊരു വാല്യൂ കൂടെ സിബിനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ചുരുക്ക സമയത്തിനുള്ളിൽ തന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടൊരു കണ്ടസ്റ്റന്റ് ആണ് സിബിൻ. സിബിൻ പുറത്തു പോയതാണ് ഇതിനുള്ള പ്രധാന കാരണം. സിബിൻ പോലെ ഒരു ലൈവിൽ ഇട്ടിട്ട് പറഞ്ഞു, ഞാൻ വേണം വെച്ച് പുറത്തിറങ്ങിയതല്ല, എന്നെ ഇന്നൊക്കെ സൈക്കോളജിസ്റ്റ് അയോഗ്യനാണെന്ന് പറഞ്ഞ് പുറത്താക്കിയതാണെന്ന് പറയുന്നുണ്ട്. സോ ഇതിന്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. എന്തായാലും ഏഷ്യാനെറ്റ് നമ്മൾ ഇത്രയും സീസൺ 6 വരെ കണ്ടപ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട് ഓരോ സീസണിലും ഏഷ്യാനെറ്റിനും അല്ലെങ്കിൽ അണിയറ പ്രവർത്തകർ വേണ്ടപ്പെട്ടവരുണ്ട്. കാരണം സീസൺ 2 നിങ്ങൾ അറിയാം, ഏഷ്യാനെറ്റ് പോലെ അല്ല ആര്യാനെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ട് കാണും. കാരണം നമുക്ക് ആ ഷോയില് സീസൺ 2 കണ്ടറിയാം, വളരെ വ്യക്തമായിട്ട് ആര്യ എന്നൊരു കണ്ടസ്റ്റന്റിനോട് ഏഷ്യാനെറ്റും ബിഗ് ബോസും കാണിക്കുന്ന ഒരു അനുകൂല ഭാവം നമുക്ക് കണ്ടറിയാം. അപ്പം അത് എല്ലാ സീസണുകളിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ റോബിന്റെ, അതായത് സീസൺ 4 എടുത്താൽ നമുക്കറിയാം, നമുക്ക് വളരെ വ്യക്തമായിട്ട് ജാസ്മിനോടും നിമിഷയോടും അതുപോലെ തന്നെ ബ്ലസ്ലിയോടുള്ള പ്രത്യേക ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഈ സീസണിൽ നമുക്കറിയാം ജാസ്മിനോട് പ്രത്യേക ഒരു മമത അല്ലെങ്കിൽ ഒരു താല്പര്യമുണ്ട്. അത് ഏഷ്യാനെറ്റിന്റെ അല്ലെങ്കിൽ ബിഗ് ബോസിന്റേതായ താല്പര്യമാവാം, അല്ലെങ്കിൽ വേറെന്തും കാരണത്താൽ ഇവരെ ജയിപ്പിക്കാൻ തോന്നുന്ന ഒരു കാരണം അതിന്റെ പുറകിൽ ഉണ്ടാകാം. പക്ഷെ നമുക്ക് കാണാം ജാസ്മിനോട് ജിൻഡോടൊക്കെ ഒരു പ്രത്യേക ഒരു താല്പര്യം. ഇപ്പൊ ജാസ്മിൻ കാണിക്കുന്ന എല്ലാ തെറ്റുകളും പോയിന്റ് ഔട്ട് ചെയ്യുന്നില്ല, പല തെറ്റുകളും പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഇനീഷ്യലി ഒന്നും പോയിന്റ് ഔട്ട് ചെയ്തില്ല എന്ന് കാണിക്കാൻ വേണ്ടി പോയിന്റ് ഔട്ട് ചെയ്തു എന്നല്ലാതെ ഇപ്പൊ വരുന്ന കാര്യങ്ങളൊക്കെ ബൈപ്പാസ് ചെയ്ത് ഇങ്ങനെ വിടുവാണ് ചെയ്യുന്നത്. നമുക്ക് ക്ലിയർ ആയി കാണാം. അപ്പൊ എന്താ സംഭവിക്കുക വെച്ചാൽ നമുക്ക് ആൾക്കാർക്ക് കിട്ടുന്ന ഒരു നെഗറ്റീവ് ഫീലാണ് ബിഗ് ബോസ് ആണ് ഇവരെ പറ്റിയിട്ട്. പക്ഷെ ബിഗ് ബോസ് ഇത് പോസിറ്റീവായി നമ്മൾ മുന്നിൽ പ്രസന്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ പേഴ്സൺ, ആ വ്യക്തിയോട് നമുക്ക് വിരോധം തന്നെയാണ് ഉണ്ടാവുന്നത്. അവരത് സപ്പോർട്ട് ചെയ്ത് അവരെ ഉയരത്തിലെത്തിച്ച് അവരെ വിന്നറാക്കാനുള്ള താല്പര്യമായിരിക്കും അതിന്റെ പുറകിൽ. പക്ഷെ പ്രേക്ഷകർക്ക് ഉണ്ടാകുന്ന ഫീലിംഗ്, അതിപ്പോ ലാലേട്ടൻ എന്ന് പറഞ്ഞാലും, ഇപ്പൊ ലാലേട്ടൻ എല്ലാവർക്കും ഇഷ്ടമുള്ള നടനാണ്. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ പറയുമ്പോൾ 2 വട്ടം ചിന്തിക്കും. ഇപ്പൊ സിബിൻ പറഞ്ഞല്ലോ, ലാലേട്ടൻ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഫീൽ ആയത്. അപ്പൊ കാരണം അത്ര ജനപ്രീതി ഉണ്ട് ലാലേട്ടൻ. നമ്മുടെ മനസ്സിന്റെ ഉള്ളിലെല്ലാം ലാലേട്ടൻ ഒരു പ്രത്യേക സ്ഥാനമുണ്ട്, അത് സത്യമാണ്. അതിപ്പോ നമുക്ക് ശരിയല്ല തോന്നിയാൽ പോലും എന്നാലും ഒരു ശരിയുണ്ടോ എന്ന് ആലോചിക്കും. കാരണം ലാലേട്ടൻ പറയുന്നതുകൊണ്ടാണ്. അപ്പം ഇവരെല്ലാരും കൂടി ഇങ്ങനെ ഒരു പേഴ്സണെ പൊക്കിക്കൊണ്ടുവരാനോ വിജയിപ്പിക്കാനോ വിന്നറാക്കാനോ ശ്രമിക്കുമ്പോൾ അൾട്ടിമേറ്റ്ലി സംഭവിക്കുന്ന ആ ഒരു പേഴ്സൺ വെറുക്കപ്പെടുക ചെയ്യുന്നത്. ഇപ്പൊ ജാസ്മിൻ ഇപ്പൊ ഉണ്ടാവുന്ന വെറുപ്പ് അത്ര എന്ന് പറയാൻ പറ്റില്ല, അത്രയും വെറുപ്പുണ്ട്. ഇപ്പൊ പുറത്തിറങ്ങുമ്പോ അറിയില്ല എത്രമാത്രം അത് ജാസ്മിനെ ഹിറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന്, അല്ലേ? ഒക്കെ തോന്നുന്നില്ലേ? അതേപോലെ മറിച്ച് കൃത്യമായ തെറ്റുകൾ പോയിന്റ് ഔട്ട് ചെയ്ത് ഇങ്ങനെ ആവർത്തിക്കാൻ പാടില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ മേ ബി ആൾക്കാർക്ക് തോന്നും ഓക്കെ ലാലേട്ടൻ പറഞ്ഞല്ലോ തോന്നും. ഓക്കെ, അപ്പൊ അത് സംഭവിക്കാത്തതുകൊണ്ട് തന്നെ ഈ ഇവരെ ഉദ്ദേശിക്കുന്ന വിന്നറാക്കാൻ പോകുന്ന ആൾക്കാർ വളരെയധികം ഡിഗ്രേഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ കേസിൽ ഇപ്പൊ സീസൺ 6 ഇപ്പം നന്നായി ഡിഗ്രേഡ് ചെയ്യപ്പെടുക, ആൾക്കാരെ മുന്നിൽ ഭയങ്കര എന്താ പറയാ, എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെടാത്ത ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്നത് ജാസ്മിനാണ്. അതായത് പുറത്തിറങ്ങുമ്പോൾ ജാസ്മിനെ എല്ലാവരും ചേർന്ന് അറ്റാക്ക് ചെയ്യും. അപ്പൊ ഈ സീസൺ 6 വരുവാണെങ്കിൽ ഇതിന്റെ പിന്നാമ്പുറ കളികളെ കുറിച്ചൊന്നും നമുക്കറിയില്ല. പക്ഷേ സിബിൻ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. അതുപോലെ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു പൂജ. ഈ പറഞ്ഞ പോലെ ഒരു ഭയങ്കര ഒരു ഗെയിമർ എന്നുള്ളതിനേക്കാൾ ഉപരി നല്ലൊരു എത്തിക്സ് ഉള്ള, നല്ല കൃത്യമായി കാര്യങ്ങൾ നോക്കിക്കാണുന്ന, നല്ല കറക്റ്റായി ക്രിസ്പായി ക്ലാരിറ്റിയോട് നോക്കിക്കാണുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അവർക്ക് മെഡിക്കൽ കാരണമാണ് പുറത്തു പോകേണ്ടി വന്നു. സിബിൻ അങ്ങനെ പോയതല്ല, അവർ മെഡിക്കലി സൈക്കോളജിസ്റ്റിനെ കാണാനുണ്ട് എന്നുകൊണ്ട് പുറത്തു പോയിട്ട് പിന്നെ കയറാതാവുക ചെയ്തത്. അപ്പൊ ഇതിലിപ്പോ നിലവിൽ നല്ല ഏഷ്യാനെറ്റ് പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ ബിഗ് ബോസ് പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ വിജയിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കണ്ടസ്റ്റന്റ് എനിക്ക് തോന്നിയത് ഒന്ന് ജാസ്മിൻ തന്നെയാണ്, മറ്റൊന്ന് ജിൻഡോയിനോട് നല്ലോണം താല്പര്യമുണ്ട്. ഇപ്പൊ 2 പേര് എനിക്കൊന്നും അവര്
ഫസ്റ്റോ സെക്കൻഡോ പൊസിഷനിൽ പ്രതീക്ഷിക്കുന്നുണ്ട് തോന്നുന്നു. കാരണം അവർ പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അവർ കൃത്യമായി കളിക്കാൻ വരുന്നതാണ്. അവർ കൃത്യമായി കണ്ടന്റ് കൊടുക്കുന്നുമുണ്ട്. അവർ ഇങ്ങനെ സിറ്റുവേഷൻ വെച്ചിട്ടുള്ള ഒരു കണ്ടന്റ് അല്ല, അവർ കണ്ടന്റ് സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ള സത്യമാണ്. അതെങ്ങേ തരത്തിലുള്ള കണ്ടന്റ് ആണെങ്കിൽ അവർ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ള സത്യം. അതുകൊണ്ട് ഒരു ഗെയിമർ തന്നെയാണ്. നല്ല ഗെയിമേഴ്സ് ആണോ ചോദിച്ചാൽ ഗെയിമേഴ്സ് തന്നെയാണ്. പിന്നെ ഗബ്രി ഇപ്പൊ നന്നായി കളിച്ചു വരുന്നുണ്ട്. ഇവരുടെ ഒരു റിലേഷൻ ബ്രേക്ക് ആയല്ലോ, ജാസ്മിൻ ഗബ്രി റിലേഷൻ ബ്രേക്ക് ആയി. അപ്പം ഗബ്രി ഇപ്പൊ നന്നായി കളിച്ച് മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ റിലേഷൻ, അതായത് ജാസ്മിൻ ഗബ്രി റിലേഷൻ കൊണ്ട് സത്യം പറഞ്ഞാൽ ലാഭം ഗബ്രിക്ക് മാത്രമാണ്. കാരണം ജാസ്മിൻ അത്രയും ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷെ ഗബ്രിക്ക് നല്ലൊരു പോസിറ്റീവ്, നല്ല മുന്നോട്ട് വരാനുള്ള ഒരു ഓപ്ഷൻ ആയിട്ട് കരുതിയിട്ട് എടുത്തതായിരിക്കും. പക്ഷെ അത് നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞ് അപ്പം ബാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ജാസ്മിനെ പോലെയല്ല, ജാസ്മിൻ സ്റ്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു ഗെയിം പ്ലാൻ തന്നെയാണ്. കാരണം പുള്ളിക്കാർക്ക് ഇത് അല്ലാതെ ലവ് ട്രാക്കും കൂടെ അതിന്റെ മൈലേജും കൂടെ വേണമെന്നുണ്ടായിരുന്നു തോന്നുന്നു. പക്ഷെ ഗബ്രി അത് മനസ്സിലാക്കിയ നിമിഷം ബാക്ക് ഔട്ട് ചെയ്തു. ജാസ്മിനെ ഒന്ന് ദുർബലയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് ഡയലോഗുകളിലും പെരുമാറ്റത്തിൽ കണ്ടാൽ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. എനിക്ക് ഇതിനൊരു യാതൊരു ബന്ധവുമില്ല, നീ വേറൊരു കണ്ടസ്റ്റന്റ് ആണെന്നുള്ള ക്ലിയർ ആയിട്ട് കാണിക്കുന്നത് കാണാം. ഇന്നത്തെ എപ്പിസോഡിൽ കാണാം. ലാസ്റ്റ് ഒരു ഗെയിം കളിച്ചതിൽ പറയുന്നുണ്ട്, ഗബ്രി പറയുന്നുണ്ട് ശ്രീധുവിനെ കൂട്ടിയെ നിങ്ങൾ വിൻ ചെയ്യാൻ സാധ്യത കൂടുതലായിരുന്നു. കാരണം കൂടുതൽ അജിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ തനിക്കാണെങ്കിൽ ആകെ വയ്യാതെ സിക്കായിരുന്നു. അപ്പൊ താൻ ആകെ തലയിറങ്ങി പട്ടി കിടക്കുന്ന പോലെ കിടക്കുന്നു പറഞ്ഞിട്ടുണ്ട്. സോ ഡയലോഗ് പരമായിട്ട് എല്ലാം വാക്കുകളോട് കുത്തി നോവിച്ച് ആളെ ഒന്ന് ഡൗൺ ആക്കാൻ ശ്രമിക്കുന്നുണ്ട് ഗബ്രി തന്നെ മനസ്സിലാവുന്നത്. നല്ലൊരു പ്ലെയർ ആയിട്ട് മുന്നോട്ട് വരാൻ സാധ്യതയുള്ള ഒരു ആളായിട്ട് തന്നെ തോന്നുന്നു. ജാസ്മിൻ ആ റിലേഷൻ പൂർണ്ണമായി ഈ സ്റ്റേജിൽ മനസ്സിലാക്കി ക്വിറ്റ് ആയിട്ടില്ല എന്ന് തോന്നുന്നു. റിലേഷൻ വെക്കുന്നതിന് എനിക്കൊന്നൊരു ഗെയിം പ്ലാൻ തന്നെ, അല്ലാതെ ഗബ്രിയോട് താല്പര്യമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ജിൻഡോ നല്ല കണ്ടസ്റ്റന്റ് ആണ്. അപ്പൊ അതായത് പുള്ളിക്കാരൻ ഒരു ആഗ്രഹമുണ്ട് ബിഗ് ബോസ് മീൻസ് കണ്ടന്റ് ഏത് തരത്തിലെ കണ്ടന്റ് ആയാലും കണ്ടന്റ് കൊടുത്ത് ഒരു നല്ല പ്ലെയർ ആയിട്ട് ജയിക്കണമെന്നുള്ള ആഗ്രഹമുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. പിന്നെ ബാക്കിയുള്ളവരാരാ എല്ലാ ഈ സീസണിലെ പ്രത്യേകത എല്ലാവരും പ്ലെയേഴ്സ് തന്നെയാണ്, എല്ലാവരും കളിക്കാൻ വേണ്ടി വന്നതന്നെയാണ്. പക്ഷെ ചിലവർ സേഫായി കളിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ അർജുൻ ആണെങ്കിൽ കളിക്കുകയെന്ന് ചെയ്യുന്നുണ്ട്, ഗെയിമൊക്കെ കളിക്കുന്നുണ്ട്, പക്ഷെ സേഫായി കളിക്കുകയാണ് ചെയ്യുന്നത്. അർജുൻ ആയാലും ഋഷി ആയാലും ശ്രീധു ആണ്. ശ്രീധു ഒക്കെ മുന്നോട്ട് വരുന്നുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ വരും. പക്ഷെ എങ്കിലും അവരൊരു ഇമേജ് കോൺഷ്യസ് ആണ് ഈ ഒരു കേസിൽ. പിന്നെ ശ്രീരയൊക്കെ ആദ്യമൊക്കെ കളിച്ചിരുന്നു. ആദ്യം അവർ തന്നെ കണ്ടന്റ് ഉണ്ടാക്കി കളിക്കാൻ നോക്കിയിരുന്നു. പക്ഷെ അത് വർക്കൗട്ട് ആയില്ലാതെ ഒന്ന് പിൻവലിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നന്ദന അതുപോലെ ആദ്യം ഗെയിം കണ്ടന്റ് ഉണ്ടാക്കി കൊടുത്ത് കളിക്കാൻ വേണ്ടി ഇറങ്ങി വന്നു. പക്ഷെ വർക്കൗട്ട് ആയില്ലാണ്ടപ്പോൾ പിന്നോട്ട് പോയി. പിന്നെ ആരാ സിജോ ഇനീഷിനെ കുഴപ്പമില്ലാതെ വർത്താനൊക്കെ പറഞ്ഞ് പിടിച്ചു വെക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആള് കുറച്ചൊരു കോൺഷ്യസ് ആണ്, നോക്കി കളിക്കുവാണ്. പിന്നെ ശരണ്യ ഇവരൊക്കെ ഇമേജ് കോൺഷ്യസ് ആണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ജിൻഡോ ഗബ്രി ജാസ്മിൻ അവർ ഇമേജ് കോൺഷ്യസ് അല്ല. നന്ദന ഒട്ടും ഇമേജ് കോൺഷ്യസ് ആയതില്ല വന്നപ്പം. പക്ഷെ ആൾക്ക് നേരിട്ട ഒരു പ്രതികരണത്തിലാണ് അയാള് ഒന്ന് ഇമേജ് കോൺഷ്യസ് ആയി കളിച്ചു തുടങ്ങി തോന്നി. പിന്നെ അഭിഷേക് ഇവരൊക്കെ ബാക്കി പ്ലേയേഴ്സ് ഒക്കെ സേഫ് ആയിട്ട് കളിക്കുന്നുണ്ടോ ചോദിച്ചാൽ കളിക്കുന്നുണ്ട്. നോറൊക്കെ ഇനീഷ്യലി വന്നതിനേക്കാൾ ഒരുപാട് ഇമോഷണലി ബെറ്റർ ആയി, ആൾ കുറച്ചും കൂടെ സ്റ്റേബിൾ ആയി. പക്ഷെ ചില സമയത്ത് ഭയങ്കരമായി ഡൗൺ ആവുന്ന കാണുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഏഷ്യാനെറ്റ് താല്പര്യമുള്ള വേറൊരു കണ്ടസ്റ്റന്റ് ആണ് നോറ. ഓക്കെ, അങ്ങനെ തോന്നി. അപ്പൊ ജാസ്മിൻ ആക്ച്വലി വിചാരിച്ചത് അത് സാധാരണ ഒരു ഗെയിം പ്ലാനും അവർ വിചാരിച്ച ഒരു ഗെയിം പ്ലാനും അതിന്റെ കൂടെ ലവ് ട്രാക്കും വെച്ച് ഫസ്റ്റ് അടിക്കാനുള്ള ഫുൾ പ്ലാൻ ആയിട്ടാണ് വന്നത്. വളരെ അവിചാരിതമായിട്ടാണെങ്കിൽ പൊട്ടിപ്പോയി, അതാണ് സത്യം. സിബിന് ഒരു പരിധി വരെ ഈ റിലേഷൻ പൊട്ടിക്കാൻ നോക്കിയത് കൊണ്ടും അത് ശക്തമായി പൊട്ടിക്കാൻ നോക്കി. ബാക്കി എല്ലാവർക്കും പൊട്ടിക്കാൻ നോക്കി അവർ പിന്നോട്ട് വന്നു, പൊട്ടിക്കാൻ വരുന്നില്ലാണ്ട് പിന്നോട്ട് വന്നു. സിബിന് അങ്ങനെ അല്ലായിരുന്നു. ട്രാക്ക് പുറകെ തന്നെ നടന്ന് പൊട്ടിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എന്താക്കി സിബിനെ പുറത്താക്കി എന്നാണ് ഫീൽ ആയത്. അത് കണ്ടു നോക്കുമ്പോൾ ആരാ വിന്നറാവാൻ പോകുന്നത്, എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്, 50 ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു, ഇനി എന്തൊക്കെയാണ് കളികൾ വരാൻ പോകുന്നത്, ഗെയിമുകൾ വരാൻ പോകുന്നത്, ആൾക്കാർ എങ്ങനെയൊക്കെയാണ് മാറുന്നത്, എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് കുതിക്കുന്നത് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി വൈൽഡ് കാർഡ് കയറിയതിനു ശേഷം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഏഷ്യാനെറ്റിനെ കണ്ടു ഈ ഒരു റിലേഷൻ വെച്ച് എപ്പിസോഡ് കണ്ടന്റ് ഇല്ലെങ്കിൽ മുന്നോട്ട് തള്ളി നീക്കാനുള്ള ഒരു പ്ലാൻ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കാണും. അതാണ് സിബിൻ വന്നപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായി മാറിയത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എന്തായാലും കണ്ടു നോക്കാം എങ്ങനെയൊക്കെ ആൾക്കാർ കളിക്കും, എങ്ങനെയൊക്കെ മുന്നോട്ട് വരുന്നു കാണാനുള്ള ഒരു ആകാംക്ഷയുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ഏതാണ്? നിങ്ങൾ ഈ ഗബ്രി ജാസ്മിൻ വിഷയത്തിലും അതുപോലെ തന്നെ സിബിൻ പുറത്തായ വിഷയത്തിലും ഇത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. അതുപോലെ തന്നെ ബിഗ് ബോസ് ഇതിലെടുത്ത നിലപാടുകളെ കുറിച്ചുള്ള അഭിപ്രായം അറിയാനൊക്കെ താല്പര്യമുണ്ട്. സോ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം താഴെ കമന്റ് ചെയ്യണേ. അപ്പൊ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ പറഞ്ഞ പോലെ ഹാപ്പി ആയിരിക്കുക. മറ്റൊരു റിവ്യൂ റിയാക്ഷനോ സോഷ്യലി ഷെയർ നെക്സ്റ്റ് ടൈം കാണാം. അതുവരെ ബൈ ബൈ.